എല്ലാ പ്രേക്ഷകർക്കും ബിഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നാം ഇന്ന് നോക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്രഷിനെ നിങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള 9 വഴികളെക്കുറിച്ചാണ്. ആരും ഇതുവരെ പറയാത്ത 9 വഴികളിലേക്ക് നമുക്ക് പോകാം. നമ്മൾക്കെല്ലാവർക്കും ഒരു ക്രഷ് ഉണ്ടാകും. ആ ക്രഷിനെ നമ്മളിലേക്ക് ആകർഷിക്കാനുള്ള വഴികൾ തേടി നാം ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാകാം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നോക്കിയില്ലേ, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ആ വ്യക്തിയുടെ മനസ്സ് കീഴടക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ, അല്ലെങ്കിൽ ശ്രദ്ധ നിങ്ങളിലേക്ക് ആ വ്യക്തിയുടെ ശ്രദ്ധ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. സ്കിപ്പ് ചെയ്യാതെ കാണുക. കൃത്യമായ വിവരങ്ങളാണ് ഇതിലൂടെ നൽകുന്നത്. നിങ്ങളുടെ വ്യക്തിയെ കുറിച്ചുള്ള കൃത്യമായ കാര്യങ്ങളാണ്. നിങ്ങളുടെ വ്യക്തി ഈ 9 കാര്യങ്ങൾ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ, അത് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളെ വിട്ടു പോകില്ല. നമുക്ക് അതിവേഗം ഈ 9 ടിപ്പുകളിലേക്ക് പോകാം. അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് നാം നോക്കുക. ആദ്യത്തേത് ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസത്തോടെ പ്രണയിക്കുക. ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് പ്രണയിക്കുക. ആത്മവിശ്വാസം ഇല്ലെങ്കിൽ ആ വ്യക്തി എപ്പോഴേ പോകും. എൻ്റെ വ്യക്തി എന്നെ പ്രണയിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നാം ഒരു പ്രണയത്തിലേക്ക് കയറുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തിയെ ഇഷ്ടപ്പെടുമ്പോൾ, ആ വ്യക്തിയുടെ ഹൃദയം കീഴടക്കാൻ ആദ്യം വേണ്ടത് ആ വ്യക്തി എന്നെ സ്നേഹിക്കും, ആ വ്യക്തി എന്നെ ഇഷ്ടപ്പെടുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ ആ വ്യക്തിയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ പകുതി മനസ്സാൽ ഭയപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം ആ വ്യക്തിക്കും സംശയമാകും. ആത്മവിശ്വാസം പ്രണയത്തിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതില്ലാതെ പ്രണയം ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ഒരാളെ പ്രണയിക്കുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുമെന്ന് നിങ്ങൾ 100% ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. അതിൻ്റെ അപ്പുറത്തൊരു സംശയവും വേണ്ട. സംശയം ഉണ്ടാകുമ്പോൾ നിങ്ങൾ പറയുന്ന വാക്കുകൾ വ്യത്യാസം ഉണ്ടാവും. ക്രഷ് നിങ്ങളെ ഇഷ്ടപ്പെടാതെ പോകും. ആത്മവിശ്വാസം എന്നത് അതിപ്രധാനമാണ്. ഷൈയാകാതെ, നാണം കുടുങ്ങാതെ മാറുക. അങ്ങനെ നാണം കുടുങ്ങരുത്. ഒരിക്കലും അവർ എന്നെ പ്രണയിക്കില്ല എന്നുള്ള ഒരു മുൻകൂട്ടിയുള്ള ഒരു വിശ്വാസവും വേണ്ട. നാണം കുണുങ്ങി സംശയത്തോടെ നിന്നാൽ ആരും പ്രണയിക്കില്ല. ആ പ്രണയത്തിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം കിട്ടില്ല. നിങ്ങളുടെ പ്രണയം ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ 100% വിജയിക്കും. ക്രഷിനെ ഒന്ന് നോക്കി ബോൾഡായി ആ ക്രഷിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ പ്രണയം താനേ വരും. ആത്മവിശ്വാസമുള്ളൊരു ബോഡി ലാംഗ്വേജ് എപ്പോഴും ഉണ്ടാക്കുക. അത് പ്രണയത്തിന് ആവശ്യമാണ്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് പരാജയമാണ്. ആത്മവിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ക്രഷിനെ മനസ്സിലാക്കുക. അവനാകട്ടെ അവളാകട്ടെ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യമാണ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ സാഹചര്യം ഉണ്ടെങ്കിലും അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾക്ക് അവരെ പ്രണയിക്കാൻ കഴിയില്ല. അവരെ മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്ക് അവരോട് പ്രണയവും അവർക്ക് നിങ്ങളോട് പ്രണയവും ഉണ്ടാവുന്നത്. അവരിഷ്ടപ്പെട്ട ഭക്ഷണം, അവരിഷ്ടപ്പെട്ട സ്ഥലം, അവർ ഇഷ്ടപ്പെട്ട എല്ലാം മനസ്സിലാക്കുക. അവരുടേതായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾ അവരുടേതാകുന്നത്, അവർ നിങ്ങളുടേതാകുന്നത്. അവരെ മനസ്സിലാക്കാതെ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ സംഭാഷണങ്ങളുമായിട്ട് നിങ്ങൾക്ക് തോന്നിയത് പറയുക, അവർക്ക് തോന്നിയത് കേൾക്കുക. അപ്പോൾ ഒരു പ്രണയം ആകില്ല. അപ്പോൾ ആത്മവിശ്വാസവും, രണ്ടാമത്തത് അവരെ മനസ്സിലാക്കലും പ്രധാനപ്പെട്ടതാണ്. പിന്നെ മൂന്നാമത്തത് ക്ലീനായിട്ട് നടക്കുക. വെൽ ഡ്രസ്സായിട്ട് നിങ്ങൾ അവരുടെ മുമ്പിൽ വരിക. അതായത് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, വൃത്തിയുള്ള സംസാരം, വൃത്തിയുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുക. അവർക്ക് തന്നെ തോന്നണം. സൗന്ദര്യമല്ല, ആ വ്യക്തി ടിപ്പ് ടോപ്പായിട്ടാണ് നടക്കുന്നത്. അതെല്ലാവരെയും സംബന്ധിച്ച്, അത് പ്രണയത്തെ മാത്രം സംബന്ധിച്ചല്ല, ക്രഷിനെ മാത്രം സംബന്ധിച്ചല്ല, ലോകത്തെ എല്ലാവരെയും നമുക്ക് മയക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സ്വാധീനിക്കണമെങ്കിൽ നമ്മുടെ ഒരു സെൽഫ് കെയർ ആവശ്യമാണ്. നമ്മൾ കൃത്യമായി നീറ്റ് ആൻഡ് ഫ്രഷായിട്ട് നടക്കുക. തളർന്ന് ഒടിഞ്ഞ് നടന്നാൽ, ഹൈജീനിക്കല്ലാതെ നടന്നാൽ ആരും നമ്മളെ സ്നേഹിക്കില്ല. പഴയ ഷർട്ടും ആക്രി സാധനങ്ങൾ തൂക്കി നടക്കുന്നത് പോലെയുള്ള സാമഗ്രികളുമായിട്ട് നടക്കരുത്. ലുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുക. നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്, വൃത്തിയുള്ള ഒരു കെട്ടിലും മട്ടിലും നിങ്ങളെപ്പോഴും ക്രഷിൻ്റെ മുമ്പിൽ വരിക. നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ആ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും. സൗന്ദര്യമല്ല, നിറമല്ല, കറുപ്പ് വെളുപ്പൊന്നുമല്ല. നിങ്ങൾ വൃത്തിയായിട്ട് നടക്കുമ്പോൾ അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് നാലാമതായിട്ട് ഫ്രണ്ട്ലി അപ്രോച്ച്. എപ്പോഴും സൗമ്യതയോടെ പെരുമാറുക. ക്രഷിനോട് മാത്രമല്ല, ക്രഷ് കാണുക മറ്റുള്ളവരോടും സമൂഹത്തോടും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക. നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ താഴ്മ കണ്ട് ക്രഷ് അറിയാതെ നിങ്ങളെ സ്നേഹിച്ചു പോകും. ഹായ് എങ്ങനെയുണ്ട്
എങ്ങനെ പോകുന്ന കാര്യങ്ങളെന്ന് ഓരോരുത്തരോടും ചോദിക്കുന്നു, കൃഷ്ണനോട് ചോദിക്കുന്നു. എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുക, എല്ലാവരും ബഹുമാനിക്കുക, അരഗൻ്റ് ആകാതിരിക്കുക, നല്ല ഹ്യൂമർ സെൻസൊക്കെ ഉപയോഗിക്കുക, ജോക്സൊക്കെ പറഞ്ഞ് എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുക. അപ്പോൾ ക്രഷും ആകർഷിക്കപ്പെടും. കാരണം ക്രഷ് നോക്കുമ്പോൾ എല്ലാവരും സ്നേഹിക്കുന്ന ഒരാളെയാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളെയാണ് ഞാൻ സ്നേഹിക്കുന്നത്, എല്ലാവരെയും കൂളാക്കുന്ന ഒരാൾ. മാത്രമല്ല അഞ്ചാമതായിട്ട് ഹ്യൂമർ സെൻസ് ഓഫ് ഹ്യൂമർ, മേക്ക് ദം ലാഫ്, അത് പ്രധാനപ്പെട്ടതാണ്. തമാശ പറയുന്നത് ഒരു നൈസർഗികമായ കാര്യമാണ്, പക്ഷേ നമ്മളത് പ്രാക്ടീസ് ചെയ്യുക. ക്രഷിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്നത് നിങ്ങളുടെ തമാശകളായിരിക്കും. തമാശകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഫണ്ണി ആയിരിക്കുക, ഓവറാകരുത്. ഓവർ തമാശ പറഞ്ഞ് ആളുകളെ ബോറടിപ്പിക്കരുത്. ആവശ്യത്തിന് തമാശ പറയുക, ഓരോ സാഹചര്യം നോക്കി തമാശ പറയുക. ലൈറ്റ് ജോക്സാണ് ഏറ്റവും നല്ലത്. അതിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ജോക്സൊക്കെ പറഞ്ഞ് അവരെ ചെറിയ ടെൻഷനിൽ നിന്നൊക്കെ മാറ്റുക. അങ്ങനെ ക്രഷും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും എല്ലാവരും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ചിരിക്കാനുള്ള നുറുങ്ങുകൾ നിങ്ങളിൽ ഉണ്ടാകുക. ആറാമത്, ആരെ കാണുമ്പോഴും ഒന്ന് ചിരിക്കുന്ന, തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് ഉപയോഗിക്കുക, ഒരു ഭാഷ ഉപയോഗിക്കുക, ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, കൃത്യമായ ചിരി എല്ലാവർക്കും കൊടുക്കുക, അല്ലാതെ മുഖം വീർപ്പിച്ചിരിക്കുകയല്ല. ആറാമത്തെ പ്രത്യേകതയാണ്. കണ്ണാടി നോക്കിയാൽ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാം. തന്നിലേക്ക് എല്ലാവരെയും ആകർഷിക്കാൻ വേണ്ടി ഒരു ചിരിയും നല്ല സംസാരവും എപ്പോഴും ഉണ്ടാകുക, എല്ലാവരെയും തന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടേയിരിക്കുക. ഏഴാമത് സപ്പോർട്ടീവായിട്ടുള്ളത് എൻകറേജ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട്, സപ്പോർട്ടീവും എൻകറേജുമായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറുക ഏഴാമത്തെ പോയിൻ്റാണ്. ക്രഷിനെ മാത്രമല്ല എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവരെ എപ്പോഴും ആത്മാർത്ഥമായി സഹായിക്കുന്ന ഒരാളെ ആരും ഇഷ്ടപ്പെടും. മറ്റുള്ളവർക്ക് എൻകറേജ് ആകുക, നീ പഠിക്കണം, വളരണം, കൂടുതൽ നിനക്ക് നേടാനുണ്ട് എന്ന് ക്രഷ് കേൾക്കെ എല്ലാവരോടും പറയുക. അപ്പോൾ ക്രഷ് വിചാരിക്കും ഇദ്ദേഹത്തോടൊപ്പം അല്ലെങ്കിൽ ഇവരോടൊപ്പം ഞാൻ ജീവിച്ചാൽ എനിക്ക് അതിനൊരു അർത്ഥം ഉണ്ടാകും, എനിക്ക് ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നേടാൻ കഴിയും. എല്ലാവരെയും എൻകറേജ് ചെയ്യുന്ന ഒരാൾ, ക്രഷിനെ പ്രത്യേകിച്ച് ക്രഷിൻ്റെ സ്വപ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് ക്രഷിനെ എൻകറേജ് ചെയ്യുക, അങ്ങനെ ഒരാളായിട്ട് മാറുക, അതും പ്രധാനപ്പെട്ട ഘടകമാണ്. എട്ടാമതായിട്ട് മിസ്റ്റീരിയസ് ആയിരിക്കുക. എല്ലാം അപ്പപ്പോൾ പറയണ്ട, മനസ്സിലുള്ളതെല്ലാം അപ്പപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പറയാനൊന്നും ഉണ്ടാവില്ല. ചില തുടർ നാടകങ്ങളെ പോലെ, ചില നോവലുകളിലെ പോലെ ഓരോ സമയത്തും ക്രഷിന് താല്പര്യമുള്ള ഒരു സബ്ജക്റ്റ് അതിനിടക്ക് വെച്ച് തന്ത്രപൂർവ്വം നിർത്തുക, വീണ്ടും നിങ്ങളിലോട് കേൾക്കേണ്ടി വരും. അങ്ങനെ മിസ്റ്റീരിയസ് ആയിട്ട് കുറേശ്ശെ പലപ്പോഴും പറയുക. അപ്പോൾ എപ്പോഴും ക്രഷിന് നിങ്ങളിൽ നിന്നും ക്രഷിന് താല്പര്യമുള്ള എന്തെങ്കിലും അറിയാനുണ്ടായിരിക്കും. അത് ഞാൻ പറയാം ഒക്കെ ഒറ്റയടിക്ക് പറഞ്ഞാൽ പിന്നീട് താല്പര്യത്തിനൊന്നും ഉണ്ടാവില്ല. അത് തന്ത്രപൂർവ്വം കൊണ്ടുപോകുക. ഒമ്പതാമത്തായിട്ട് ഏറ്റവും വലുത് സോഷ്യൽ മീഡിയയിൽ എൻഗേജിങ് ആയിരിക്കുക. അതായത് ഇൻസ്റ്റഗ്രാമിൽ ഷെയറുകൾ ചെയ്യുക, ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, റീൽസ് ഇടുക, ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ ഉള്ളത്. നാം ഒരു പിന്തിരിപ്പനായി മാറി നിന്നാൽ ശരിയാകില്ല. നല്ല പിക്ചറുകൾ അപ്ലോഡ് ചെയ്യുക, റീൽസ് ഇടുക, അങ്ങനെയുള്ള ലോകത്ത് ഏറ്റവും പെർഫെക്റ്റായിട്ട് നിൽക്കുക. ഏറ്റവും പെർഫെക്റ്റ് ആകാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാനും ഒട്ടും മോശമല്ലെന്ന് കാണിക്കുക. അങ്ങനെ ഡയറക്റ്റ് ചാറ്റിന് മുമ്പ് ഇൻട്രാക്ഷൻ ബിൽഡപ്പ് ചെയ്യുക. അങ്ങനെ നാം കൃത്യമായിട്ട് അങ്ങനെ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകുക. അങ്ങനെ ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ക്രഷിനെ ആകർഷിക്കാൻ, നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ, നിങ്ങൾക്കും അവർക്കുമായിട്ട് മാത്രമായ സന്തോഷകരമായൊരു ജീവിതം സംജാതമാക്കാൻ എല്ലാം ഈ ടിപ്സുകൾ ആവശ്യമാണ്. നിങ്ങൾ കൃത്യമായി കൊണ്ടുപോകുക. ഇത് വർക്കൗട്ടാകും. കൃത്യമായിട്ട് നിങ്ങൾക്കതിൽ വിജയിക്കാനും കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.